നമസ്കാരം. മുളകിട്ട മീൻകറി, തേങ്ങ അരച്ച മീൻകറി, അതല്ലെങ്കിൽ ഫിഷ് മോളി, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കാറുള്ള മീൻകറികൾ. എന്നാൽ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മീൻകറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്, വാട്ടിപ്പറ്റിച്ച മീൻകറി. ഇതിൽ നമ്മൾ മുളക് പൊടി ഒട്ടും തന്നെ ചേർക്കുന്നില്ല, പകരം പച്ചമുളകാണ് ചേർക്കുന്നത്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായിട്ട് ഒരു പാനിലോ കടായിലോ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാൻ വയ്ക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുക. ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം 4 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം നീളത്തിൽ കട്ട് ചെയ്തത്, മീഡിയം സൈസിലുള്ള 25 വെളുത്തുള്ളിയുടെ അല്ലി നീളത്തിൽ കട്ട് ചെയ്തത്. ഈ കറിക്ക് എല്ലാം നീളത്തിൽ കട്ട് ചെയ്താൽ നന്നായിരിക്കും. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കൂടുതലും വേണം. 8 പച്ചമുളക് ചോപ്പ് ചെയ്തത്. ഞാനിവിടെ മീഡിയം എരിവുള്ള 8 പച്ചമുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 30 ചെറിയുള്ളി നീളത്തിൽ കട്ട് ചെയ്തത്. വലുതാണെങ്കിൽ 4ആയിട്ട് കട്ട് ചെയ്യാം, ചെറുതാണെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്താലും മതി. 2 ടീസ്പൂൺ ഉപ്പ്. കുക്കിംഗ് പഠിച്ചു വരുന്നവർ ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. 3 ടീസ്പൂണാണ് 1 ടേബിൾ സ്പൂൺ. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം ഇളക്കി വഴട്ടിയെടുക്കുക. ഇതിൻ്റെ കളറ് മാറണമെന്നില്ല, നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ വാട്ടിപ്പറ്റിച്ച മീൻകറി എന്ന് വിളിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം 5 മിനിറ്റായി, നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് 1 മിനിറ്റ് നേരം ഇളക്കുക. അതിനുശേഷം 1/2 കപ്പ് വെള്ളം ചേർക്കുക. പിന്നീട് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് കുടംപുളി ഏകദേശം 15 ഗ്രാമോളം വരും ചെറിയ പീസുകളാക്കിയ ശേഷം ചേർക്കുക. കുറച്ചധികം കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കുക. ഇനി തീ കൂട്ടി വെച്ച് ഇതിനെ തിളയ്ക്കാൻ അനുവദിക്കുക. ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വെച്ച് ഏകദേശം 2 മിനിറ്റ് നേരം കൂടി തിളപ്പിക്കുക. നമ്മൾ ചേർത്ത കുടംപുളിയുടെ പുളിരസം ഈ ഗ്രേവിയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ തിളപ്പിക്കുന്നത്. അതിനുശേഷം കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ മീൻ ഇതിലേക്ക് ചേർക്കുക. ക്ലീൻ ചെയ്ത ശേഷമുള്ള വെയിറ്റാണ് 1/2 കിലോ. പിന്നീട് മീൻ കഷ്ണങ്ങൾ ഗ്രേവിയിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നിരത്തുക. ഞാൻ ഈ കറിയിൽ ഉപയോഗിക്കുന്ന മീൻ ആവോലിയാണ്. മത്തി, കരിമീൻ, തിലാപ്പിയ, ആവോലി, നങ്ക് തുടങ്ങിയ മീനുകൾ ഈ കറിക്ക് നല്ലതാണ്. ഇനി തീ കൂട്ടി വെച്ച് ഇതിനെ തിളയ്ക്കാൻ അനുവദിക്കുക. തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇളക്കരുത്, ഇളക്കിയാൽ മീൻ പൊടിഞ്ഞു പോകും. നല്ലതുപോലെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുക. പിന്നീട് അടച്ചു വെച്ച് ഏകദേശം 8 മിനിറ്റ് നേരം വേവിക്കുക. 8 മിനിറ്റിന് ശേഷം തുറന്നു വെച്ച് വീണ്ടും 1 മിനിറ്റ് കൂടി തിളപ്പിക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്യുക. കുറഞ്ഞത് 1 മണിക്കൂർ നേരമെങ്കിലും വെച്ച് പുളിയും ഉപ്പും ഒക്കെ മീനിൽ നന്നായിട്ട് പിടിച്ച ശേഷം വിളമ്പാവുന്നതാണ്. അപ്പോൾ വ്യത്യസ്തമായ ഈ മീൻകറി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.